യൂദയുടെ ലേഖനം 22, 23 വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നു. യൂദയുടെ ലേഖനം 22, 23 വാക്യങ്ങൾ. നിങ്ങൾ എല്ലാവരും ബൈബിൾ തുറന്നു എന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഒരാള് വായിച്ച് സഹായിച്ചാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. ആർക്കെങ്കിലും വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മ്യൂട്ട് ഓൺ ചെയ്ത് വായിച്ചാൽ നിങ്ങൾക്കും ഒരു ഇൻവോൾവ്മെന്റ് ആകുമല്ലോ. അതുകൊണ്ട് തന്നെ ആ നിലകളിൽ ഒരവസരത്തെ വിനിയോഗിക്കുവാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. 22, 23 വാക്യം. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവിൻ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിൻ. ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിൻ. മതി. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവിൻ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പി. സ്തോത്രം. ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോട് കരുണ കാണിപ്പി. സ്തോത്രം. ഒരു വലിയ ആഹ്വാനമാണ് ഈ വാക്യം. ചെയ്യാനായിട്ടുള്ള ചില ആഹ്വാനങ്ങൾ. ഈ വാക്യങ്ങളെ വളരെ കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ ഈ അധ്യായത്തെ പഠിക്കും. ഈ ഒരധ്യായം മാത്രമുള്ള പുസ്തകത്തിന്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. യൂദ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പ്രൈസ് അഥവാ സ്തുതി എന്നാണ്. താൻ തന്നെ പറയുന്നുണ്ട്, പൊതുവിലുള്ള രക്ഷ എന്ന വിഷയത്തെ കുറിച്ച് എഴുതിയിട്ട് ദൈവം ഒരുക്കി നൽകിയ രക്ഷയെ ഓർത്ത് സന്തോഷിക്കുക, സ്തുതിക്കുക, ആരാധിക്കുക എന്നൊക്കെയുള്ള ആഹ്വാനം നൽകുവാനായിട്ടാണ് യൂദ അപ്പോസ്തലൻ ഇഷ്ടപ്പെട്ടത്. പക്ഷെ പരിശുദ്ധാത്മാവ് തന്നെ തിരുത്തി, പരിശുദ്ധാത്മാവ് തന്നെ തിരിച്ചു. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് ഓർപ്പിച്ചു പോലും, പൊതുവിലുള്ള രക്ഷയെക്കുറിച്ചല്ല നീ എഴുതുന്നത്, വിശുദ്ധന്മാർക്കെന്നൊരിക്കലായി ബലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പ്രബോധിപ്പിച്ചെഴുതുവാൻ ദൈവാത്മാവ് അദ്ദേഹത്തെ നിർബന്ധിച്ചു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പ്രസംഗമല്ല ഇത്, പ്രബോധനം. ഈ പ്രബോധനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കൊലോസ്യലേഖനമൊക്കെ പഠിക്കുമ്പോൾ പ്രബോധനങ്ങളുടെ പ്രത്യേകത അത് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്നതാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവമക്കൾ ഈ പ്രബോധനങ്ങൾക്ക് ചെവി കൊടുക്കേണ്ടതിന്റെ ആവശ്യകത അതാണ് നമ്മളെ ആരാക്കുന്നത്? ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി മാറ്റുന്നത്. അപ്പൊ ദൈവാത്മാവ് അദ്ദേഹത്തെ നിർബന്ധിച്ചു പോലും എന്താ? ദൈവജനത്തെ പ്രബോധിപ്പിക്കുക. അങ്ങനെ യൂദയുടെ ലേഖനം ദൈവസഭയ്ക്കുള്ള പ്രബോധനമാണ്. പ്രബോധനമായതുകൊണ്ട് തന്നെ നിർദ്ദേശങ്ങൾ ഒത്തിരി അതിനുണ്ട്. പ്രബോധനമായതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകൾ അതിനുണ്ട്. 6ഓളം ദൃഷ്ടാന്തങ്ങൾ നമുക്കതിനകത്ത് കാണാം. ഇന്ന് രാത്രി എൻ്റെ സന്ദേശം അവിടെ നിൽക്കുന്നില്ലാത്തത് കൊണ്ട് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. എങ്കിലും ദൃഷ്ടാന്തം ഒന്ന് ഓർപ്പിക്കാം. 5-ാം വാക്യം മുതൽ വായിക്കുന്നു, 11-ാമത്തെ വാക്യം കൂടെ കൂട്ടി വായിക്കുന്നു. 6 കൂട്ടരെ ദൃഷ്ടാന്തമായിട്ട് കാണാം. 1, മിസ്രൈമിൽ നിന്ന് രക്ഷപ്പെട്ട ദൈവജനം. 2, വാഴ്ച കാക്കാതെ പോയ ദൂതന്മാർ. 3-ാമത്തെ ദൃഷ്ടാന്തമാണ് സോദോം ഗോമോറക്കാർ. 4-ാമത്തെ ദൃഷ്ടാന്തം കയീൻ. 5-ാമത്തെ ദൃഷ്ടാന്തം കോരഹ്. 6-ാമത്തെ ദൃഷ്ടാന്തം ബിലയ. ഈ 6 കൂട്ടരും അവരുടെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ്. അവര് ജീവിച്ച കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനികളായിരുന്നു. പക്ഷേ ദൈവാത്മാവിന്റെ സന്ദേശം, ദൈവാലോചനകൾ, ദൈവവചനങ്ങൾ, ദൈവത്തിന്റെ ഹിതം കർത്താവ് തന്റെ ദാസിദാസന്മാരിലൂടെ അറിയിച്ചതിനെ പരിപൂർണമായി ഏറ്റെടുക്കുവാൻ അവർ താല്പര്യപ്പെട്ടില്ല, അല്ലെങ്കിൽ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവരിൽ പലരും അടയാളമായി മാറിയതിന്റെ ഒരു ചരിത്രമാണ് ദൃഷ്ടാന്തമായി സഭയുടെ മുമ്പിൽ അപ്പോസ്തലൻ അർപ്പിക്കുന്നത്. അങ്ങനെ അടയാളമായി മാറിയ 6 കൂട്ടരുടെ ദൃഷ്ടാന്തം പറഞ്ഞതിന് അനന്തരം സ്തോത്രം, സഭ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട വിശ്വാസത്തിന്റെ 7ഓളം കൽപ്പനകൾ, 7 കൽപ്പനകൾ ഈ ലേഖനത്തിനകത്ത് രേഖപ്പെടുത്തുകയാണ്. സ്തോത്രം. 6 ദൃഷ്ടാന്തം പറഞ്ഞിട്ട് 7 കൽപ്പന. ഏതൊക്കെയാ 7 കൽപ്പന? ഓരോന്നും ഞാൻ പറഞ്ഞുവിടാം, നിങ്ങൾ എഴുതിയെടുക്കണം.
ഒന്നാമത്തെ കൽപ്പനയാ 3-ാമത്തെ വാക്യം. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടത്. അപ്പൊ ഫൈറ്റ് ഹാർഡ് ടു ഡിഫെൻഡ് ദ ഫെയ്ത്ത്. എന്താ? വിശ്വാസത്തിന് വേണ്ടി പോരാടുക. ഒന്നാമത്തെ കൽപ്പനയാണ്. രണ്ടാമത്തെ കൽപ്പന 17-ാമത്തെ വാക്യം. എന്താ 17-ാമത്തെ വാക്യം? നിങ്ങളോ പ്രിയരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർക്കുക. മൂന്നാമത്തെ കൽപ്പന 21-ാം വാക്യം. എന്താ 20-ാം വാക്യം? എന്താ 20-ാം വാക്യം? നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരും. അപ്പൊ മൂന്നാമത്തെ കൽപ്പനയാ, നമുക്ക് തന്നെ എന്നെ എടുക്കണം? ആത്മീയ വർധന വരും. അതിനെന്നെ എടുക്കണം? അതിന് ചെയ്യേണ്ടത് സൂമിലൊക്കെ കയറിയാലും ക്യാമറ എല്ലാം ഓഫ് ചെയ്ത് വെച്ച് ചപ്പാത്തിയൊക്കെ കഴിച്ചുകൊണ്ട് ഒരു എന്റർടൈൻമെന്റ് മൂഡിൽ പ്രസംഗം കേൾക്കണം. ആണോ? അല്ല. ഞാനത് പറയാൻ തന്നെ കാര്യം, നിങ്ങൾ എല്ലാവരും ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നെറ്റൊക്കെ സൗകര്യമായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഓൺ ചെയ്ത് വെച്ച് തന്നെ കേൾക്കണം. കാര്യം ഈ ശ്രദ്ധകൾ മാറാൻ ഒത്തിരി സാധ്യതകളുണ്ട്. അത് മാത്രമൊന്നുമല്ല, സൂമിന്റെ ഒക്കെ സിസ്റ്റം നമ്മളിതാ ഇന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. 2013 കണ്ട ഇത് കണ്ടുപിടിക്കപ്പെട്ടെന്ന് പറയാം. 2019 നമ്മൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. 20 ശരിക്കും ഉപയോഗിക്കാൻ തുടങ്ങി, അല്ലെ? 19 നമുക്ക് അറിയത്ത് പോലും ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു ആപ്ലിക്കേഷനെ. പക്ഷെ എനിക്ക് തോന്നുന്നത് ബൈബിളിലെ ധനവാന്റെ ലാസറിന്റെ കാലം മുതലുള്ള സംഭവമായി. സൂമാണോ, വെബ്എക്സ് ആണോ, ഗൂഗിൾ മീറ്റ് ആണോ, ഏത് കമ്പനിക്കാരുടെ ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഈ ഒരു പ്ലാറ്റ്ഫോം, ഈ ഒരു സംവിധാനം ഉണ്ട്. കാര്യം എന്താന്ന് ചോദിച്ചാൽ, ധനവാൻ പറയുന്നത് മുഴുവൻ ലാസറിന് കേൾക്കാം, ലാസർ പറയുന്നത് മുഴുവൻ ധനവാനും കേൾക്കാം, ധനവാനെ ലാസറിന് കാണാം, അല്ലെ? ലാസറിനെ ധനവാനും കാണാം. പിന്നെ ഒരു ചെറിയ കുഴപ്പമേ ഉള്ളൂ, അത് അങ്ങോട്ടും വരാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ല. അപ്പൊ ആ ടെക്നിക്കൽ ഫോൾട്ട് ഇപ്പോഴും ഇതിനുണ്ട്. ബാക്കി എല്ലാ സംവിധാനവും ഇതുവരെ അഡ്വാൻസ്ഡ് ആയിട്ട് അന്നത്തെ സാധനം തന്നെയായിരുന്നു. അന്നേരം ഇപ്പോഴും ഇത് തന്നെയാ പ്രശ്നം. കാണാനും പറ്റും, കേൾക്കാനും പറ്റും, അല്ലെ? പിന്നെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, അങ്ങോട്ടും വരാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ല. നമുക്കാർക്കും അതൊന്നും ഇഷ്ടമല്ലായിരുന്നല്ലോ. സ്വോത്രം. ഉപദേശിമാരൊക്കെ വീട്ടിൽ വരുന്നതും അതുപോലെ തന്നെ ഗസ്റ്റ് പാസ്റ്റർമാരൊന്നും വീട്ടിൽ സഭയെ വരുന്നതും ഒന്നും ഇഷ്ടമില്ലാതിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. സ്വോത്രം. അങ്ങനെ ഒത്തിരി ഇഷ്ടക്കേടായപ്പോ കർത്താവ് അങ്ങ് തീരുമാനിച്ചു, ഒരാളും എങ്ങോട്ടും പോണ്ട. സ്വോത്രം. ഞാൻ നിങ്ങളുടെ കാര്യമൊന്നും അല്ല ഈ പറയുന്നത്, നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഒരു ആത്മീക ലോകം പോയ ഒരു കാലഘട്ട ഇതിന്റെ ഒക്കെ കാരണം. സ്വോത്രം. അതുകൊണ്ട് തന്നെ സ്നേഹത്തോടെ ഓർപ്പിക്കുക പ്രിയപ്പെട്ടവരെ, ഇത് ക്യാമറ ഒക്കെ ഓൺ ചെയ്തിട്ടുള്ള ഒരു ഗുണം, നിങ്ങളുടെ ചിരിക്കുന്ന മുഖമൊക്കെ കാണുമ്പോൾ സന്തോഷത്തോടെ സംസാരിക്കാൻ ഞങ്ങളെ പോലുള്ളവർക്ക് തോന്നും. അല്ല, നിങ്ങൾ ഓൺ ചെയ്തിട്ടില്ലേലും സന്തോഷത്തോടെ സംസാരിക്കട്ടെ. കാര്യം ഞാൻ പൗർഷനിൽ പ്രസംഗിക്കുന്നത് ഒരു ക്യാമറയെ മാത്രം നോക്കിക്കുന്നു. സ്വതന്ത്രം. അതിന്റെ പുറകിൽ ഒരു ക്യാമറാമാൻ നിൽപ്പുണ്ട്. അങ്ങേരാകപ്പെടെ 3 പ്രാവശ്യമേ കൈ ഉയർത്തുന്നു. അത് പ്രസംഗം കേട്ടൊന്നും കൈ ഉയർത്തുന്നതല്ല. ഒന്നാമത്തെ കൈ ഉയർത്തൽ എന്ന് പറയുമ്പോൾ 15 മിനിറ്റ് ആകുമ്പോൾ ഇനി 5 മിനിറ്റേ ഉള്ളെന്ന് കാണിക്കുന്ന കാർഡ് കാണിക്കാനായിട്ട് കൈ ഉയർത്തും. രണ്ടാമത്തെ കൈ ഉയർത്തൽ എന്ന് പറയുന്നത് 18 മിനിറ്റ് ആകുമ്പോൾ 2 മിനിറ്റേ ഉള്ളെന്ന് കാണിക്കുന്ന കാർഡ് കാണിക്കാനായിട്ട് കൈ ഉയർത്തും. 20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ ഒരു കൈ ഉയർത്തൽ ഇങ്ങനെ. അതിന്റെ അർത്ഥം ഇത്രയും മതി, ഇനിയും ബാക്കി പറയുന്നതൊന്നും ഇതിനകത്ത് ഞങ്ങള് സ്വീകരിക്കത്തില്ല എന്ന് പറയാനുള്ള കൈ ഉയർത്തൽ. അന്നേരം ഈ 3 പ്രതികരണത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചിരിച്ചോണ്ട് പ്രസംഗിക്കാൻ പറ്റുന്ന എനിക്ക് നിങ്ങളിപ്പോ എങ്ങനെ ഇരുന്നാലും ചിരിക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല. പിന്നെ ഇത് നമ്മുടെ ശ്രദ്ധ പോകാതിരിക്കാൻ, അപ്പൊ തന്നെ ഇന്നത്തെ ഒരു ദിവസം എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും അവധിയൊക്കെ ഉള്ള ഒരു ദിവസമാണ്. അന്നേരം ഇതൊന്നും ഓൺ ചെയ്യാതിരുന്ന ഉള്ളൊരു കുഴപ്പം, ഇടയ്ക്ക് ആ ചപ്പാത്തിയുടെ മുട്ടക്കറി ഉണ്ടാക്കുന്ന ചിന്തയൊക്കെ വരും. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാ പറയുന്നത്. അത് നന്നായിട്ട് ഓൺ ചെയ്ത് ഇതെല്ലാം ഉപയോഗിച്ചോണ്ട് എനിക്ക് തോന്നി ഒത്തിരി സൂമിൽ ഈ ഒരു ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ കയറി. അതിനകത്ത് ഈ സെരൂബാബേലിന്റെ മുമ്പിലെ മഹാപർവ്വതം എന്നൊക്കെ പറയുന്ന സാധനം എനിക്ക് തോന്നി ഓസ്ട്രേലിയയിലെ സാൻഡ്വിച്ച് ആണെന്ന് തോന്നുന്നു. ഓസ്ട്രേലിയയിൽ. കാര്യം ഈയിടെ ഞാൻ കയറി പ്രസംഗിച്ചപ്പോൾ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു അച്ചായന്, പുള്ളി ക്യാമറ ഓൺ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. സൂമിക്കൂട് ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരൻ ഈ സാൻഡ്വിച്ച് കഴിക്കാനായിട്ട് ബന്ധപ്പെടുന്നത് ഒരു 5 മിനിറ്റ് ശ്രമിച്ചിട്ടും ആ സാൻഡ്വിച്ചിന്റെ ഒരു കോണിപ്പോലും പുള്ളിക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി
ഈ സാധനമാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സെരുബാബേലിന്റെ മുമ്പിലെ മഹാപർവ്വതം. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ആ ഒരു പിക്നിക് മൂഡിലൊന്നും ഇരിക്കാതെ ഇത് വചനം കൊതിക്കുന്ന, ഹൃദയം കൊണ്ട് വചനത്തെ ഇഷ്ടപ്പെടുന്ന, ആത്മീക ആരാധനകളുടെ വിടുതൽ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം വളരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാലം. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കർത്താവ് ചെയ്യുന്നതെല്ലാം നല്ലത്. ഈ ഓൺലൈൻ മാധ്യമങ്ങളും TV പോലുള്ള സംവിധാനങ്ങളും ഒക്കെ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, സ്തോത്രം, മിക്കവാറൊക്കെ ദുരുപദേശങ്ങൾ പ്രസംഗിക്കുന്ന ആളുകളെ ഒരു മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് അവരിൽ ചിലരെങ്കിലും അത് ഉപയോഗിച്ചു. ആ ഒരു കാലം കഴിഞ്ഞു. ദൈവസഭകൾ ഇങ്ങനെ ഒരു കാലത്തെ കുറിച്ച് ചിന്തിച്ചത് തന്നെ, സ്തോത്രം, ഇങ്ങനത്തെ ഒരു അസ്വസ്ഥത ലോകത്തിൽ വന്നതുകൊണ്ട്. അങ്ങനെ ദൈവജനം ഈ ഒരു സംവിധാനത്തെ കുറിച്ച് ചിന്തിക്കുകയും കൃത്യമായിട്ട് വചനം വീടുകളുടെ അകത്ത് ഒരു പതിരും കൂടാതെ എത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താന്ന് ചോദിച്ചാൽ, എത്ര പേരാ സ്നാനത്തിന് സമർപ്പിക്കപ്പെടുന്നു, എത്ര പേരാ അഭിഷേകം പ്രാപിക്കുന്നു, എത്ര പേരാ ദൈവൂർവേറ്റെടുക്കുന്നത്. ഇതിനെയൊക്കെ വിമർശന കണ്ടുകൊണ്ട് കാണുന്ന കുറെ പേരുണ്ട്. അതൊക്കെ സത്യം, അത് ഏത് കാലത്തും. പക്ഷെ ഓരോ ദിവസവും ഒരു വലിയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. എനിക്കറിയാം, ഇന്നത്തെ സഭായോഗം കഴിഞ്ഞതിന് ശേഷം എത്ര ഫോൺ കോളുകളായിരിക്കും വന്നത്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഒരിക്കൽ പോലും വചനം കേട്ടിട്ടില്ലാത്ത എത്രയോ പ്രിയപ്പെട്ടവരെ വചനം സ്പർശിക്കുന്ന ഒരു കാലമായി. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലൊന്നും മടുത്തു പോകാം. നമ്മളാലാവോളം ദൈവവചനം ലോകത്തിൽ വാരി വിതറാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ തയ്യാറാകാം. നമുക്ക് തന്നെ ആത്മീക വർധന വരുത്തണം. 4-ാമത്തെ കൽപ്പന 21-ാം വാക്യം. എന്താ 4-ാമത്തെ കൽപ്പന? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. 5-ാമത്തെ കൽപ്പന 21-ാം വാക്യത്തിൽ കിടപ്പുണ്ട്. എന്താ വാക്യം? യേശുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കുക. 6-ാമത്തെ കാര്യം 21-ാം വാക്യത്തിലുണ്ട്. എന്തോ? ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കണം. 7-ാമത്തെ കാര്യവും 22-23 വാക്യത്തിൽ കിടക്കുക. എന്താ പറയുന്നത്? സംശയിക്കുന്ന ചിലരോട് കരുണ കാണിപ്പി, അല്ലെ? ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പി, ചിലർക്ക് ഭയത്തോട് കരുണ കാണിപ്പി. ചിലരെ രക്ഷിക്കുക, ചിലരെ വലിച്ചെടുക്കുക, ചിലരോട് കരുണ കാണിക്കുക. സ്തോത്രം. അപ്പൊ 7 കൽപ്പനകളിൽ 7-ാമത്തെ കൽപ്പനയാണ് എന്താ? കരുണ കാണിക്കുക. ദൈവസഭ എന്ത് കാണിക്കണം? പ്രിയപ്പെട്ടവരെ, കരുണ കാണിക്കണം. ആരോടൊക്കെ കരുണ കാണിക്കണം? പ്രധാനപ്പെട്ട 3 കൂട്ടരോട് കരുണ. കമ്പാഷൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? യുവർ പെയിൻ ഇൻ മൈ ഹാർട്ട്. നിങ്ങളുടെ വേദന എന്റെ ഹൃദയത്തിൽ കയറുന്നതിന്റെ പേരാണെന്ത്? കരുണ. സ്തോത്രം. ആരോടൊക്കെ കരുണ കാണിക്കണം? പ്രധാനപ്പെട്ട 3 കൂട്ടരോട് നാം കരുണ കാണിക്കണം. 1, സംശയിക്കുന്നവർ. സംശയിക്കുന്നവർ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് അറിയാം? അൺസ്റ്റേബിൾ ആയിട്ടുള്ള. 2 പത്രോസ് 2:14. സ്ഥിരതയില്ലാത്ത. ഇച്ചിരൂടെ ലളിതായിട്ട് ഞാൻ പറഞ്ഞ പിന്മാറ്റക്കാർ. ഈ ഉപവാസ പ്രാർത്ഥന സഭ ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പിന്മാറ്റക്കാർക്ക് വേണ്ടി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് 7 ദിവസം ആയിട്ടുള്ളൂ. അടുത്ത 14 ദിവസം കൂടെ നിങ്ങളുടെ മുമ്പിൽ. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമാണ്, നെഞ്ചകം നീറിക്കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങൾക്കറിയാവുന്ന പിന്മാറ്റക്കാരെ എല്ലാം ഈ ദിവസങ്ങളിൽ മടക്കി വരുത്തണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഒരിക്കലെങ്കിലും ദൈവകൃപ അനുഭവിച്ചു, ഒരിക്കലെങ്കിലും ദൈവസ്നേഹം അനുഭവിച്ചു, ഒരല്പമെങ്കിലും പിന്മാറി ജീവിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരെ ഓർത്ത് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട ഒരു കാലമാണ്. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്നും വിളിച്ചു US നിന്നൊരു സഹോദരൻ. എന്റെ ഹൃദയത്തിനകത്തൊക്കെ അതൊരു ഭയങ്കര നൊമ്പരമാണ്. ആ പ്രിയപ്പെട്ട സഹോദരിയുടെ അമ്മ എന്നെ വിളിക്കുന്നത് ഒരു രാത്രി 2 മണിക്ക്. ചേച്ചി പറഞ്ഞു, പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണം,
എന്റെ മോള് കഴുത്തെ കയറിട്ട് നിൽക്കുക. ഞാനിവിടെ നാട്ടിലാ, അവൾ അങ്ങ് യുഎസിലാ. അവളുടെ ഭർത്താവ് തികഞ്ഞ മദ്യപാനിയാ. ഒത്തിരി ഉപദ്രവിച്ചു. വല്ലാത്ത സങ്കടം കാരണം ജീവിതം അവസാനിപ്പിക്കാൻ നിൽക്കുക. എന്നെ വിളിച്ചു. നാം പ്രാർത്ഥിച്ചു 2 മണിക്ക്. ഞങ്ങള് കരയായിരുന്നു. ശരിക്കും ആ പ്രാർത്ഥന ദൈവം കേട്ടു. എന്തോ ഒരു ബോധം പുള്ളിക്കാരത്തിന്റെ മനസ്സിൽ കൊടുത്തു. കർത്താവ് പുറത്തിറക്കി. സ്തോത്രം. പ്രിയപ്പെട്ടവൻ വിടുവിക്കപ്പെട്ടു. കൗൺസിലിംഗ് ഒക്കെ നീണ്ടു. പക്ഷെ ഇന്ന് വീണ്ടും അവരെന്നെ വിളിച്ചു ഉച്ച കഴിഞ്ഞപ്പോ, പാസ്റ്ററെ ചെറുതായിട്ട് പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. സോ എന്റെ മനസ്സാകപ്പാടെ അസ്വസ്ഥമായി. ദൈവത്തോട് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. കർത്താവേ, ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത്. അവിടുന്ന് ഒന്ന് വിടുവിക്കണം, അവിടുന്ന് ഒന്ന് അത്ഭുതം ചെയ്യണം, അവിടുത്തെ കരവൊന്ന് നീട്ടണം, അവിടുത്തെ പ്രവൃത്തി ഒന്ന് അയക്കണം. കർത്താവേ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങള്, നമ്മുടെ സഹോദരങ്ങള്, നമ്മുടെ സമശിഷ്ടങ്ങള്, ഈ പിന്മാറ്റാനുഭവത്തിലുള്ളവരെ ഓർത്ത് വളരെ പ്രാർത്ഥിക്കണം. ഈ ഒരു കാലം ഒരു ചെറിയ കാലമല്ല കേട്ടോ, വല്ലാത്ത ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ ആരും പിന്മാറിപ്പോയി കെണികളിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു സഹോദരന് വേണ്ടി ഇന്നലെ ദൈവം ചെയ്തത് വലിയൊരു അത്ഭുതമാണ്. അദ്ദേഹം ഒത്തിരി ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ലോക്ക്ഡൌണിൽ തന്റെ ബിസിനസ്സുകളെല്ലാം ഡൗൺ ആയി. അതുകൊണ്ട് തന്നെ തനിക്കുള്ള ഏറ്റവും പുതിയൊരു ഇന്നോവ ക്രിസ്റ്റ കാറ് റെന്റിന് കൊടുത്തിരിക്കും. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറാണെന്നും പറഞ്ഞു ആ മനുഷ്യൻ ആ റെന്റേ കാർ എടുത്തിരിക്കുന്നു. ട്രൂ കോളറിനകത്ത് പോലും അയാളുടെ പേര് ഡോക്ടർ. സംശയിച്ചില്ല. എഗ്രിമെന്റ് ഒക്കെ കൊടുത്തെഴുതി ആദ്യത്തെ ദിവസങ്ങളിൽ കൃത്യമായ വാടക കിട്ടി. അതുകൊണ്ട് തന്നെ പിന്നെ എന്ത് ചെയ്തു, അയാൾ ആവശ്യപ്പെട്ട അനുസരിച്ച് ഇങ്ങനെ നീട്ടി കൊടുത്തു. ഒരു ദിവസം 2000 രൂപ വാടകയ്ക്ക് അയാൾ കൊടുത്തിരിക്കുന്നു. ലോക്ക്ഡൌണിൽ കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് നടന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ പൈസയ്ക്കൊക്കെ ഒരു പാലം അങ്ങനെ സംസാരിച്ചു എടുത്തു. മിനിഞ്ഞാന്ന് രാത്രി 12 മണിക്ക് വേറൊരാൾ വിളിച്ച് ചോദിച്ചു, ഇന്നാരെ അറിയാവോ, ഇന്നാരുമായിട്ട് എന്നാ ബന്ധം? അപ്പൊ വിളിച്ചിട്ടൊന്നും ഫോൺ കിട്ടുന്നില്ല. രാവിലെ പുള്ളി ചെന്നു. പുള്ളിയുടെ GPS ഒക്കെ വെച്ച് നോക്കിയപ്പോൾ വണ്ടി കിടക്കുന്ന ലൊക്കേഷൻ കണ്ടു. വണ്ടി എടുത്തോണ്ട് പെട്രോൾ പമ്പിലോട്ട് പോകുമ്പോൾ കുറെ പേര് വളഞ്ഞു. പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. പോലീസ് വന്നു. വണ്ടി അവർ അറസ്റ്റ് ചെയ്തു. കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ മനുഷ്യൻ ഈ വണ്ടി കൊണ്ട് മാറ്റിയിട്ടിട്ട് ആത്മഹത്യ ചെയ്ത. സ്തോത്രം. മിസ്സിംഗ് ആയതിന് ആൾക്കാരിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. എന്റെ ആ സഹോദരൻ പറയായിരുന്നു, പാസ്റ്ററെ, ഞാൻ ആ വണ്ടി എടുത്തോണ്ട് എന്റെ പൊട്ടബുദ്ധിക്ക് നേരെ ചെങ്ങന്നൂര് പോന്നിരുന്നെങ്കിൽ ഇത് തൊണ്ടി മുതലായി പോയനെ. ഉറപ്പായിട്ട് ഞാൻ പ്രതിയായേനെ. സ്തോത്രം. ദൈവത്തിന്റെ കൃപ കൊണ്ട് പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ തോന്നി. പെട്രോൾ അടിച്ചുകൊണ്ട് അവര് കണ്ടു. അങ്ങനെ പോലീസ് വന്നു. പോലീസിനെ കൊണ്ട് ഏൽപ്പിച്ചു. സ്തോത്രം. രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഒരു വല്ലാത്ത കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവരും ഒക്കെ ചെന്ന് പലതിനകത്ത് കയറി കുരുങ്ങാതിരിക്കാൻ സഭയൊക്കെ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട ഒരു കാലമായത് ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഒരാൾ പോലും പിന്മാറിപ്പോകരുത്. ദൈവകൃപയിൽ നിന്ന്, അഭിഷേകത്തിൽ നിന്ന് ഇച്ചിരി പഠിത്തം കുറഞ്ഞാലും കുഴപ്പമില്ല, ദൈവകൃപയിൽ നിന്ന് പിന്മാറി പോകരുതെന്ന് പ്രാർത്ഥിക്കാൻ ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ ബന്ധപ്പെടേണ്ട ഒരു കാലമായത്. വലിയൊരു പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. എനിക്കറിയാം എത്ര കുഞ്ഞുങ്ങളുടെ മനസ്സിന്റെ താളവാ തെറ്റുന്നത്, എത്ര പ്രിയപ്പെട്ടവരാ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ നെഗറ്റീവ് ഒന്നും പറഞ്ഞ് വല്ലാതെ നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്താനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് ഇന്ന് രാത്രി ദൈവമക്കൾ ഒരു നിയോഗത്തെ ഏറ്റെടുത്ത് സകല പിന്മാറ്റക്കാരെ മടങ്ങി വരവ് ഈ ഉപവാസ പ്രാർത്ഥനയുടെ സംഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരല്പസമയം ദൈവത്തോടൊന്ന് പോരാടി പ്രാർത്ഥിച്ച് IPC സഭയോട് ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. എളമ്പാക്ക സഭയോട് ഇടപെടും. ഈ ദിവസങ്ങളിലെ മധ്യസ്ഥ പ്രാർത്ഥന പിന്നെ പിന്മാറ്റക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയട്ടെ. അപ്പം ഒന്നാമത് കരുണ കാണിക്കേണ്ടത് സംശയിക്കുന്നത്. രണ്ടാമത്തെ കരുണ അവിടെ എഴുതിയിരിക്കുകയാണ്, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കും. ഇത് ബേണിംഗ്, തീക്കരയാകുക. തീക്ക് ഇരയാകുന്നത്. ഈ തീക്കരയാകുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ?
തീക്കരയാകുക എന്ന് പറഞ്ഞ അർത്ഥം വികൃതരാകുക അല്ലെ? കാലഘട്ടം വികൃതരാക്കിയ എത്രയോ കുടുംബങ്ങൾ, അത് സാമ്പത്തികമായി, സാമൂഹികമായി, തലമുറയുടെ വിഷയത്തിൽ. എനിക്കറിയാവുന്ന ഒരു 5 കുഞ്ഞുങ്ങളാണ് ഈ പന്തളത്തെ ജോസ് ഹോസ്പിറ്റലിലെ സൈക്കാട്രിക് വാർഡിൽ നിന്ന് രക്ഷപ്പെട്ടു. ട്രീറ്റ്മെന്റ് പോലും. അതിനകത്ത് ഒരാള് +2 പഠിക്കുന്ന കുഞ്ഞ്, 10ൽ 92% മാർക്ക് മേടിച്ചു. 11th കയറിയപ്പോഴവൻ പബ്ജി ഗെയിമിന് അടിമപ്പെട്ടു. ആ ഇരിപ്പ് 18 മണിക്കൂർ വരെ ഇരിക്കുകയായിരുന്നു. പല്ല് തേക്കത്തില്ല, കുളിക്കത്തില്ല, ബാത്റൂമിൽ പോകത്തില്ല, ആഹാരം കഴിക്കത്തില്ല. ഇതിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേൽപ്പിച്ച അന്നേരം അവന് വല്ലാതെ അസ്വസ്ഥനാവും. അമ്മയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവന്റെ താടിയും മുടിയെല്ലാം വളർന്നു. 18 മണിക്കൂർ. വേറൊരു പ്രവാസി മലയാളി അച്ഛാന്റെ മോന് 65 ലക്ഷം രൂപ കൊടുത്ത MBBS അവൻ അഡ്മിഷൻ എടുത്തു ബാംഗ്ലൂർ. അവനും ഇതൊന്നും ബാധിച്ചിട്ടില്ല, അവനും ഇതിനകത്താണ്. അറിയപ്പെടുന്ന ഒരു സുവിശേഷന്റെ സഹോദരന്റെ മോള് MSc ഫസ്റ്റ് റാങ്ക് മേടിച്ച കൊച്ച, വല്ലാതെ ബന്ധിക്കും. ഇങ്ങനെ എത്ര പേരെ ഇതൊന്നും ഒറ്റപ്പെട്ടതാണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ഈ 12th അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ ചോദിച്ചു സഭ പ്രാർത്ഥിച്ചില്ലേ, സഭ കൂടെ നിന്നില്ലേ? അന്നേരം പറഞ്ഞെന്ന്, സഭക്കാര് പറഞ്ഞെന്ന് വളർത്തുദോഷമാണ്. അമ്മ ചോദിക്കുക, വളർത്തുദോഷമാണെങ്കിൽ സൺഡേ സ്കൂളിൽ 90 മാർക്ക് മേടിക്കുമോ പാസ്റ്ററെ 10ല്? വളർത്തുദോഷമാണെങ്കിൽ 92% മാർക്ക് ചെന്തി കിട്ടുമായിരുന്നോ പാസ്റ്ററെ? എന്നിട്ട് ആ അമ്മ ചോദിച്ചൊരു ചോദ്യ, ഏത് അപ്പനും അമ്മയാ പിള്ളാരെ ദോഷമായിട്ട് വളർത്തുന്നത്? ആരേലും വളർത്തുവോ? ചീത്തയാകാനായിട്ട് വളർത്തുന്ന ഏതേലും അപ്പനും അമ്മയും ഉണ്ടോ? അവിടുത്തെ ഒരു സഹോദരനോട് ഒരാൾ വിളിച്ചു പറഞ്ഞു, പൊന്നു ബ്രദറെ അവരെ കൂടെ ചേർത്ത് പിടിക്ക്, അവര് നഷ്ടപ്പെടാതിരിക്കട്ടെ. അന്നേരം അങ്ങേര് പറഞ്ഞ ഇങ്ങനെ, അത് റാന്നിക്കാരുടെ ഒരു ഭാഷയാ, കാത് കുത്തിയോര് പോയ കടുക്കനിട്ടോ വരും, പോന്നോരങ്ങോട്ട് പോട്ടെ. നമ്മുടെയൊക്കെ ഒരു ആത്മീക മനോഭാവം ഇവിടെ നിൽക്കുന്ന കേട്ടോ. കാലഘട്ടം വികൃതരാക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരെ കുറിച്ച് എഴുതാനും പറയാനും ഒക്കെ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അവർ അന്യാധീനപ്പെട്ടു പോകുന്നത് ഒരു വലിയ അഗാധഗർത്തത്തിലേക്കാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. ചേർത്തു പിടിക്കണം, ചേർത്തു പിടിക്കണം. ചിലരെ ചേർത്തു പിടിച്ചു പ്രാർത്ഥിക്കണം. എനിക്കറിയാവുന്ന ഒരു കർത്തൃദാസ്, അദ്ദേഹം ജന്മന പോളിയോ ബാധിച്ച് കിടപ്പിലായാണ്. അന്ന് അദ്ദേഹത്തിന്റെ സഭയുടെ പാസ്റ്ററായിരുന്നു ദൈവദാസ്. എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് വീട്ടിൽ വരും, 5 മണി വരെ ഇരുന്ന് പ്രാർത്ഥിക്കും. എണ്ണ പൂശി പ്രാർത്ഥിക്കും. അങ്ങനെ ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചു. എനിക്കറിയാവുന്ന വേറൊരു ദൈവദാസ്, രോഗശാന്തി നിൽക്കുന്ന ആള്, 85 വയസ്സുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്നാ രോഗശാന്തിയിൽ ഇന്നും നിൽക്കാൻ കാര്യം? അന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ കഴിവുകൊണ്ടല്ല ഞാൻ നിന്നത്, എന്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരു പറ്റം ദൈവമക്കളുണ്ടായിരുന്നു. മാരകമായ രോഗങ്ങൾ പലത് ഈ ആയുസിനിടയിൽ എന്നെ പിടിച്ചു. ഈ സമയങ്ങളിലൊക്കെ ദൈവമക്കൾ വന്നിരുന്ന് മുട്ടിന്മേലിരുന്ന് എനിക്ക് വേണ്ടി കരഞ്ഞു. സ്തോത്രം. അവരുടെ പ്രാർത്ഥനയാണ് 85-ാമത്തെ വയസ്സിലും രോഗശാന്തി നിൽക്കാൻ എന്നെ പ്രാപ്തനാക്കിയത്. ദൈവമക്കളെ, ഞാൻ ഇന്ന് രാത്രി പറഞ്ഞ് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുന്നത് പുറമേ ഉള്ള ഉപരിപ്ലവമായ ഒരു ബഹളത്തെ കുറിച്ചല്ല. എവിടോ വായിച്ച ഒരു പുസ്തകം, പോപ്പിന് ഭയങ്കര ഹൃദയാസ്വസ്ഥത, വാർത്ത കാട്ടുതീ പോലെ നാട് മുഴുവൻ പരന്നു. ആളുകളെല്ലാം പോപ്പ് താമസിക്കുന്ന കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിന്റെ കീഴെ ഒറ്റ വാക്കോടുകൂടെ നിലവിളിച്ച് നിൽക്കുക. അവര് പറയാ, പോപ്പിന് വേണ്ടി എന്റെ ഹൃദയം എടുക്കൂ, എന്റെ ഹൃദയം എടുക്കൂ, എന്റെ ഹൃദയം എടുക്കൂ.
ഇത് കണ്ട കർദിനാൾ ആകപ്പാടെ കൺഫ്യൂസ്ഡ് ആയി. അദ്ദേഹം വിചാരിച്ചു ഇവർക്കെല്ലാം പോപ്പിനോട് ഇത്ര സ്നേഹമോ. അന്നേരം അദ്ദേഹം ഉറക്കെ പറഞ്ഞു പോലും, എല്ലാവരുടെ ഹൃദയം വേണ്ട, ഒരാടെ ഹൃദയം മതി. അപ്പോഴും അവർ ഉറക്കെ പറയാ, അതെന്റേതാകട്ടെ, അതെന്റേതാകട്ടെ, അതെന്റേതാകട്ടെ. കർദിനാള് പെട്ടെന്ന് സോളമനെ പോലെ ബുദ്ധി പ്രയോഗിച്ചു. അത് എന്ത് ചെയ്തെന്നറിയോ? ഒരു കോഴിത്തൂവല് കൊട്ടാരത്തിന്റെ മേളിലത്തെ നിലയിൽ നിന്ന് താഴോട്ടിട്ടു. താഴെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കോഴിത്തൂവല് പറക്കുമ്പോ അദ്ദേഹം ഉറക്കെ പറഞ്ഞു, ആരുടെ തലയിലേക്കാണോ ഈ കോഴിത്തൂവല് വീഴുന്നത് അവരുടെ ഹൃദയമാണ് പോപ്പിന് വേണ്ടി എടുക്കുന്നത്. സ്തോത്രം. കോഴിത്തൂവൽ ഇതുവരെ താഴെ വീണിട്ടില്ല. എല്ലാരും വാ കൊണ്ട് അത് ഊതി പറപ്പിക്കുക. ഊതി പറപ്പിക്കുന്നതിനിടയിലും ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ പറയുന്നുണ്ട്, എന്താ പറയുന്നത്? എന്റെ ഹൃദയം എടുക്കൂ, എന്റെ ഹൃദയം എടുക്കൂ, പോപ്പിന് വേണ്ടി എന്റെ ഹൃദയം എടുക്കൂ. ഇതല്ല ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആത്മാർത്ഥത. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയം ദൈവസന്നിധി പകരാം. പുറമേയുള്ള ജൽപ്പനങ്ങൾക്കപ്പുറത്ത് കർത്താവ് ഈ ഉപവാസ പ്രാർത്ഥന ചിലരെ വലിച്ചെടുക്കുന്ന പ്രാർത്ഥനയാക്കി മാറ്റണേ. പിന്മാറ്റക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വികൃതരായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ കാര്യം, ജഡത്താൽ കറ പിടിച്ച് അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് കാരണമായി. The dangerous, those who are in the dangerous situation, അപകടാവസ്ഥയിലുള്ള അവർക്ക് ഉപവാസ പ്രാർത്ഥന പറ്റും, വിടുതല. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ചർച്ചിൽ, മാതൃ ചർച്ചിൽ ഞങ്ങൾ ഒരു 21 ദിവസം ഉപവസിക്കുക. ഒരു രാത്രി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വലിയ ആത്മനിയോഗം. രാത്രി 3 മണി വരെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാ ഞങ്ങൾ ആ ഇരിക്കുന്ന ഹോളിനകത്ത് ഒരു പാമ്പ് കയറുക. അതിന്റെ തലയൊക്കെ അടിച്ച് അതിനെ കൊന്നു. അന്നേരം എന്തോ ഒരു വലിയ വിടുതല് നടന്നതിന്റെ ഒരു ലക്ഷണമായിട്ടൊക്കെ അതിനെ തോന്നി. രാവിലെ എന്റെ പപ്പയുടെ ജ്യേഷ്ഠന്റെ വീട്ടിൽ നിന്ന് അവര് വിളിച്ചു പറയാ, ഇന്ന് വന്ന് ദൈവദാസനെയും കൊണ്ട്, ഇന്നലെ രാത്രി പ്രാർത്ഥിക്കാൻ വന്ന ദൈവദാസനെയും കൊണ്ട് പെട്ടെന്നൊന്ന് വരാമോ? സ്തോത്രം. അങ്ങനെ അദ്ദേഹത്തെയും കൊണ്ട് അവിടെ ചെല്ലുക. ഞാന് ബൈക്ക് ഓടിക്കുന്നു, എന്റെ പുറകിൽ അദ്ദേഹം ഇരിക്കുന്നു. അങ്ങോട്ട് ചെല്ലുമ്പോ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു സഹോദരി ഈ വീടിന്റെ മുമ്പിൽ നിൽക്കുന്നു. ബൈക്ക് അങ്ങോട്ട് നിർത്തുകയും ഈ പാസ്റ്റർ ആത്മനിറവി പറയാ, നിന്റെ ബ്ലൗസിന്റെ അകത്ത് ഒരാത്മഹത്യാക്കുറിപ്പുണ്ട്, അതിങ്ങെടുത്തേ, ആരും കാണണ്ട, ഞാനും കാണുന്നില്ല, അത് കത്തിച്ച് കളയാൻ പോവാന്ന് പറഞ്ഞു. അവളെ അലറിക്കരഞ്ഞുകൊണ്ട് എടുത്തു കൊടുത്തു. സംഭവം എന്താണെന്നറിയോ? കഴിഞ്ഞ രാത്രി 3 മണി വരെ 25 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാനായിട്ട് അവള് കഴുത്തെ കയറിട്ടു. ഓരോ പ്രാവശ്യവും കഴുത്തിട്ട് താഴോട്ട് ചാടാൻ തുടങ്ങുമ്പോ അവിടെ കിടക്കുന്ന കുഞ്ഞിനെ കാണും. എന്റെ കുഞ്ഞിന്റെ ചിന്ത എന്താകുമെന്നുള്ള, നാളെ രാവിലെ എങ്ങനെ ഉണരുമെന്നുള്ള ചിന്ത കൊണ്ട് പിന്നെയും ഇങ്ങനെ കയറുകൂറിയെ ചിറങ്ങി വരും. പിന്നെയും 25 പ്രാവശ്യം. 25ാമത്തെ പ്രാവശ്യം അവര് മടുത്ത് ബോധം കെട്ട് കിടന്ന് ഉറങ്ങിപ്പോയി. ആ സമയത്താ ഞങ്ങൾ പ്രാർത്ഥന നിർത്തുന്നു. അങ്ങനാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ദേശത്തെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമുക്ക് നിയോഗത്തെ ഏറ്റെടുക്കാം. എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? പരിശുദ്ധാത്മാവിനോട് ശക്തമായി ഇടപെടുക. ഓ ശകനാരകാരകക്ഷസി കിളമ്പക്ക സഭ ഈ ദിവസങ്ങളിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ലോക വ്യാപകമായി വലിയ ദൈവപ്രവൃത്തി ദൈവം അയക്കുന്ന, ചിലതിനെ അപകടത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന, ചിലതിനെ ദൈവം പുറത്തു കൊണ്ടുവരുന്ന, ഓ ശാപ വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ ദൈവത്തെ സ്തുതിച്ചാട്ട്. The name of Jesus. Hallelujah. 3 കൂട്ടരോട് കരുണയാകണം നമ്മുടെ ഉപവാസവും. ആരോടൊക്കെ? 1 പിന്മാറ്റക്കാർ, 2 വികൃതരായവർ, 3 അപകടാവസ്ഥയിൽ പോകുന്നവർ. നമ്മൾ ഇവരോട് കരുണ കാണിച്ചു പ്രാർത്ഥിച്ച, അതാ നമ്മൾ കരുണ കാണിച്ചാൽ, കരുണ കാണിക്കേണ്ട സമയത്ത് ദൈവം നമ്മളോട് കരുണ കാണിക്കും.
അല്ലെ? ഇളച്ചു കൊടുക്കുന്നവനോടാ ദൈവം എന്ത് കാണിക്കുന്നത്? കരുണ കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നമ്മുടെ വിഷയമൊക്കെ ഒന്ന് സൈഡിലോട്ട് മാറ്റി വെച്ച് നമുക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം, നമുക്കൊന്ന് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാം. ആർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം? ഒന്ന്, പിന്മാറ്റക്കാർക്ക് വേണ്ടി. 2, തീക്ക് ഇരയായവർക്ക് വേണ്ടി. 3, അപകടാവസ്ഥയിലായിരിക്കുന്നു. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മളോട് കരുണ കാണിക്കും. ദൈവത്തിന്റെ കരുണ അതിന്റെ മുഴുവൻ ഭാവത്തിലും വെളിപ്പെടുന്ന ഒരു സുവിശേഷ പുസ്തകമാണ് ലൂക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം. ആ 7-ാമത്തെ അധ്യായം ദൈവത്തിന്റെ കരുണ വെളിപ്പെടുന്ന 4 തലങ്ങളിലൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ സമാപന വാക്യമായ 50-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ 4 പാരഗ്രാഫിനകത്ത് 4 കൂട്ടരോടുള്ള ദൈവത്തിന്റെ കരുണ നമുക്ക് കാണുവാൻ കഴിയും. 7-ന്റെ 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 1-ാമത്തെ കരുണ നമുക്ക് കാണാൻ പറ്റും. ഹിസ് റെസ്പോൺസ് ടു ഫെയ്ത്ത്. വിശ്വസിക്കുന്നവരോട് ദൈവം കാണിക്കുന്ന കരുണയെ നമുക്ക് കാണാം. ആരോടാ? വിശ്വസിക്കുന്നവർ. ആരാ ഇവിടെ വിശ്വസിച്ചത്? ഒരു റോമൻ ശതാധിപൻ, അല്ലെ? സ്തോത്രം. ശതാധിപൻ എന്ന് പറഞ്ഞാൽ 100 പേർക്ക് അധിപതി. ഇയാള് റോമൻ പട്ടാളത്തിലെ 100 പട്ടാളക്കാരുടെ മേളിലിരിക്കുന്ന ആളാണ്. ഈ മനുഷ്യൻ വിശ്വസിച്ചു. ആരെ വിശ്വസിച്ചു? യേശുവിനെ. എന്താ ഈ വിശ്വാസത്തെ കുറിച്ച് യേശു പറഞ്ഞ്? ഇത് ഗ്രേറ്റ് ഫെയ്ത്ത് ആണ്, വലിയ വിശ്വാസമാണ്. ഗ്രേറ്റ് ഫെയ്ത്ത് ആണെന്ന് കർത്താവ് പറഞ്ഞത് 2 പേരുടെ വിശ്വാസത്തെ കുറിച്ച്. ആരുടെയൊക്കെ വിശ്വാസം? ഒന്ന്, ഈ ശതാധിപന്റെ വിശ്വാസം. മറ്റൊന്ന്, കനാന്യ സ്ത്രീയുടെ വിശ്വാസം. എന്തുകൊണ്ടാ 2 വിശ്വാസത്തെയും കർത്താവ് വലിയ വിശ്വാസമാണെന്ന് പറയാൻ കാര്യം? ഇവർ 2 പേരും യേശുവിന്റെ വചനം കേട്ടതിന്റെ മുൻകാല ചരിത്രമൊന്നുമില്ല. സ്തോത്രം. ഈ ശതാധിപൻ യേശുവിനെ കുറിച്ച് കേൾക്കാൻ ഒരു സാധ്യതയുള്ളൂ. ഈ കൊട്ടാരത്തിനകത്തുള്ള രാജഭൃത്യന്റെ മകന് കവർണ്ണഭൂമിയിൽ തന്നെ കർത്താവ് ഇതിനു മുമ്പ് ഒരു ചെറിയ അത്ഭുതം ചെയ്തു കൊടുത്തു. ആ വാർത്ത റോമൻ കോളനി ആയതുകൊണ്ട് തന്നെ കാട്ടുതീ പോലെ യഹൂദന്മാരുടെ ഇടയിൽ പരന്നു. യഹൂദന്മാരുടെ ഇടയിൽ പരത്തുന്ന ഓരോ വാർത്തകളെയും കൃത്യമായി ട്രേസ് ചെയ്യുന്ന ഒരു സമൂഹമായിരുന്നു റോമക്കാർ. അതുകൊണ്ട് തന്നെ ഡേ ടു ഡേ അപ്ഡേഷൻസ് എല്ലാം അവരിങ്ങനെ അവരുടെ ഡയറിയിൽ എഴുതും. കാര്യം, ഒരു വിപ്ലവം ഇവിടെ ഉണ്ടാകാതിരിക്കുവാൻ എല്ലാ സംഭവങ്ങളും എഴുതുന്ന കൂട്ടത്തിൽ ഇതും എഴുതപ്പെട്ടിട്ടുണ്ട്. എന്തുവാ? ഇങ്ങനൊരു സൗഖ്യം ഇവിടെ നടന്നിട്ടുണ്ട്. നമുക്കറിയാം, നിയമസഭയൊക്കെ കൂടുമ്പോൾ സ്പീക്കർ ഇത് സഭാരേഖകളിലാക്കുന്നത്. ഈ കാര്യം സഭാരേഖയിലുണ്ട്, ഇങ്ങനൊരു സൗഖ്യം. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ ഈ സൗഖ്യത്തെ വിശ്വസിച്ചു. നമ്മുടെ കയ്യിൽ 2000 കൊല്ലമായിട്ട് വചനം ഇരിക്കുന്നു. ഭയങ്കര പാരമ്പര്യം നമുക്കുണ്ട്. ഒരു വാക്യം വായിക്കുമ്പോഴേ ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് നമുക്കറിയാം. ഇത്ര എല്ലാം ഉണ്ടായിട്ടും പലപ്പോഴും കർത്താവിനെ വിശ്വസിക്കാൻ നമുക്ക് കഴിയാതിരിക്കുന്നത് കൊണ്ട് പല വിടുതലുകളും തടയപ്പെടുന്നു. സിമ്പിളായിട്ട് ഞാൻ പറയട്ടെ, ദൈവം ഈ 7-ാമത്തെ രാത്രിയിൽ നിങ്ങളോടും എന്നോടും കരുണ കാണിക്കും. ഒറ്റ വഴിയേ ഉള്ളൂ, ദൈവത്തെ അങ്ങ് ലളിതമായിട്ട് വിശ്വസിക്കണം. നമ്മൾ ഇതിനെല്ലാം വലിയ കോംപ്ലിക്കേറ്റഡ് ആക്കും. ദൈവമക്കളെ, ലളിതമായിട്ട് വിശ്വസിക്കണം. കേൾക്കുന്ന വചനത്തെ 7 പൂർണ്ണതയുടെ രാത്രിയല്ലേ? 6 ദിവസവും നടക്കാത്തത് 7-ാമത്തെ രാത്രി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവാ. എനിക്കും നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യുന്ന ഒരു രാത്രിയായത്. അതുകൊണ്ട് തന്നെ ലളിതമായിട്ട് കർത്താവിനെ വിശ്വസിക്കണം. ശക്തമായ നിയോഗം ദൈവം എനിക്ക് തരിക. ആത്മാവിന്റെ രാത്രി വളരെ കൃത്യമായിട്ട് പറയുന്നു, നിങ്ങൾ ഏത് സ്ഥലത്തിരിക്കുന്നവരാണെങ്കിലും ലളിതമായിട്ട് ദൈവവചനത്തെ വിശ്വസിക്കാൻ ഇപ്പോൾ തയ്യാറാണെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിനകത്തൂടെ ദൈവം നിങ്ങളെ സ്പർശിക്കുന്ന സമയമായത്. എങ്ങനെ വിശ്വസിക്കണം? തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ വചനത്തോട് എങ്ങനെ വിശ്വാസം വെളിപ്പെടുത്തണം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം.
പൗലോസ് പറയാണ്, ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു. എന്താ, ഞങ്ങൾ വചനം പ്രസംഗിച്ചപ്പോ നിങ്ങൾ കേൾക്കുന്നത് പോലെ ഇരുന്നെന്നല്ല, അതെനിക്കറിയാം. കേൾക്കുന്നത് പോലെ ഇരിക്കാൻ പലപ്പോഴും നമ്മുടെയൊക്കെ അത്രയും മിടുക്കിരി വേറെ ആരുമില്ല. ഈ അടുത്ത സമയത്ത് ലോക്ക്ഡൌണിന് മുമ്പ് ഞങ്ങളുടെ ചർച്ചയിൽ ഒരു 7 ദിവസത്തെ ഉപവാസം നടക്കുക. ഈ തലമുറയെ കർത്താവ് ഉപയോഗിക്കുന്ന പലരെയും ഞാൻ ശുശ്രൂഷയ്ക്ക് വിളിച്ചു. ഒരു ദിവസം വന്ന ദൈവദാസൻ, അദ്ദേഹത്തെ ഞാൻ ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അവിടെ പോകാതിരിക്കാൻ പറ്റിയില്ല. പക്ഷെ അവിടെ പോയപ്പോഴും എന്റെ മനസ്സ് മുഴുവൻ ഇവിടെ. പ്രസംഗമൊക്കെ കഴിഞ്ഞ് അവിടുന്ന് വേഗം ഞാൻ ഇവിടെ വന്നപ്പോഴത്തേന് ഇവിടുന്ന് പാസ്റ്റർ പോയി. എങ്കിലും ഞാൻ സഭക്കാരോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സഭയിലെ എല്ലാവരോടും കൂടെ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു മീറ്റിംഗ്. എല്ലാവരും പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ്. അന്നേരം ആ കൂട്ടത്തിൽ ഒരു അച്ചായൻ, അതൊക്കെ ഇച്ചിരി കൂടെ ആത്മീകനാണെന്ന് എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അച്ഛാ മെസ്സേജ് എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛാ? അച്ഛൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ നല്ല അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് ആയിരുന്നു. ഞാൻ ചോദിച്ചു വിഷയം എന്തായിരുന്നു അച്ഛാ? അന്നേരം എന്നോട് പറഞ്ഞു, നല്ല ആഴമുള്ള വിഷയം പാസ്റ്റർ പ്രസംഗിച്ചു. ഞാൻ ചോദിച്ചു അതല്ല, ഞാൻ ചോദിച്ച വിഷയം ഏതായിരുന്നു, എന്തായിരുന്നു? അന്നേരം പുള്ളി പറയും, ഓ അതൊന്നും പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ആഴമുള്ള വിഷയമായിരുന്നു. പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? എല്ലാം കൊള്ളായിരുന്നു, ഇങ്ങനെ ഇതൊന്നും കേട്ടിട്ടില്ല. ഞാനെന്നല്ല, ആര് വന്ന് നിങ്ങളെ ശുശ്രൂഷിച്ചാലും നമുക്കത് പ്രയോജനപ്പെടണമെങ്കിൽ നമ്മളത് കേൾക്കണം. എത്ര ലളിതമായ പ്രസംഗമാണെങ്കിലും, എത്ര കട്ടിയുള്ള പ്രസംഗമാണെങ്കിലും ഇതിനകത്തെല്ലാം വിടുതൽ വെളിപ്പെടുത്തുന്നത് ദൈവമാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി കേൾക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഒന്നാമത് വചനം കേൾക്കണം. രണ്ടാമത്തെ കാര്യം പറയാം, പൗലോസ് ഫിലിപ്പിയിലെ കാരാഗ്രഹവാസത്തിന് ശേഷം 3 ശബത്തിൽ പ്രസംഗിച്ചപ്പോൾ ഉടലെടുക്കപ്പെട്ട സഭയാ തെസ്സലോനിക്കയിലെ സഭ. അന്ന് വരെ കണ്ടതിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള ദൈവമക്കളാ തെസ്സലോനിക്കുള്ള ദൈവമക്കൾ. അത് കഴിഞ്ഞ് കുറെ പേരെ കണ്ടു, അത് ബെരോവയിലുള്ളവരാ. എന്താണെങ്കിലും തെസ്സലോനിക്കക്കാരുടെ പ്രത്യേകത ഞാനീ പറയുന്നത്, അവർ ഒന്നാമത് വചനം കേട്ടു. രണ്ടാമത്തെ കാര്യം പറയാം, ആ കേട്ട വചനത്തെ അവർ കൈക്കൊണ്ടു. എന്താ വചനത്തെ സ്വീകരിച്ചതിന്റെ തെളിവ്? ഓരോ 5 മിനിറ്റിലും ഒരു കോട്ടുവാ വിട്ടെന്നല്ല, വചനം സ്വീകരിച്ചുകൊണ്ട് ഓരോ 5 മിനിറ്റിലും വായിക്കോട്ട വീട്ട കാര്യം അല്ല ഇവിടെ പറയുന്നത്. വചനത്തെ അവർ സ്വീകരിച്ചത് കൊണ്ട് അവർ വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചു. ഇടവിടാതെ ദൈവത്തെ സ്തുതിച്ചു. അപ്പൊ വചനം സ്വീകരിക്കുന്നതിന്റെ തെളിവെന്താ? ദൈവമക്കൾ ഇടപെടാതെ ദൈവത്തെ സ്തുതിക്കും. ഇനി മൂന്നാമത്തെ കാര്യം പറയാം. കേട്ട കാര്യം മാത്രമല്ല, കൈക്കൊണ്ട കാര്യം മാത്രമല്ല, മൂന്നാമത്തെ കാര്യം പറയാം, വിശ്വസിക്കുന്ന നിങ്ങൾ. അപ്പൊ മൂന്നാമത്തെ കാര്യം, അപ്പൊ പ്രസംഗിക്കുന്ന ആളിനെക്കാട്ടി ഉത്തരവാദിത്ത കേൾക്കുന്ന ആളുകൾക്ക്. ഒന്നാമത് കേൾക്കണം, രണ്ടാമത് കൈക്കൊള്ളണം, മൂന്നാമത് വിശ്വസിക്കണം. ഇത്രയും കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നാലാമത്തെ കാര്യം ഓട്ടോമാറ്റിക് ആയിട്ട് ദൈവം ചെയ്യും. എന്താ ദൈവം ചെയ്യാൻ പോകുന്നത്? കേട്ടത്, കൈക്കൊണ്ടത്, വിശ്വസിച്ചത്, ഇത് നമ്മളിലോട്ട് വ്യാപരിക്കാൻ തുടങ്ങും. എന്താ? നമ്മൾ കേട്ട വചനം, നമ്മൾ കൈക്കൊണ്ട വചനം, നമ്മൾ വിശ്വസിച്ച വചനം നമ്മളിലോട്ട് ഇത് എന്ത് ചെയ്യും? വ്യാപരിക്കും, അല്ലെ? അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ ഇടയെന്ന് ഉയർപ്പിച്ചു. യേശുവിൽ വ്യാപരിച്ച് യേശുവിനെ മരിച്ചവരുടെ ഇടയെന്ന് ഉയർപ്പിച്ച വചനമാണ് ഇന്ന് രാത്രി നമ്മൾ കേൾക്കുന്ന വചനമെങ്കിൽ ഈ വചനം എന്റെ മേൽ വ്യാപരിക്കും, എന്റെ കുടുംബത്തിന്റെ മേൽ വ്യാപരിക്കും, എന്റെ സഭയുടെ മേൽ വ്യാപരിക്കും, എന്റെ പ്രവർത്തനത്തിന്റെ മേൽ വ്യാപരിക്കും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. ഓ ശകന രകൽക്കന, ശക്തമായി ദൈവാത്മാവനോട് പറയാം, ഇത് വിശ്വസിക്കുന്നവരോടുള്ള ബന്ധത്തിൽ ദൈവം കരുണ വെളിപ്പെടുത്തുന്ന കാലമോ. വിശ്വസിക്കുന്നവരോടുള്ള ദൈവത്തിന്റെ കരുണ. ഇനി ലൂക്കോസ് 7 നമ്മൾ കാണുന്ന രണ്ടാമത്തെ കരുണ 11 മുതലുള്ള വാക്യം. അവിടുത്തെ കരുണ ഹിസ് റെസ്പോൺസ് ടു ഡിസ്പെയർ, നിരാശപ്പെട്ടിരിക്കുന്നവരോടുള്ള ദൈവത്തിന്റെ കരുണ. ആരാ ഇവിടെ നിരാശപ്പെട്ടത്? ഒരു വിധവയാ. അവര് വിധവ മാത്രമല്ല, അവർ അനാഥ കൂടാ. ഭർത്താവ് മരിച്ചോണ്ട് അവര് വിധവയായി. ഇപ്പൊ ഉണ്ടായിരുന്ന കുഞ്ഞു മരിച്ചു, അതുകൊണ്ട് അവരിപ്പോ ആരായി? അനാഥയായി. 9 പട്ടണം ഇവരുടെ പ്രശ്നത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പറ്റും. പക്ഷെ ആർക്കും ഇവരുടെ പ്രശ്നത്തിൽ പരിഹാരം വരുത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ യഹൂദന്റെ രീതി അനുസരിച്ച് സൂര്യാസ്തമയത്തിന് മുമ്പ് അവര് മൃതശരീരം അടക്കം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അടക്കാനായിട്ട് കൊണ്ടുപോവാം.
രാവിലെ യേശു കഫർന്നഹൂമിൽ നിന്ന് പുറപ്പെടുക. കഫർന്നഹൂമിൽ നിന്ന് നൈനിലോട്ട് 25 മൈല. രാവിലെ പുറപ്പെട്ട യേശു 4-5 മണിക്കൂർ കൊണ്ട് പട്ടണത്തോട് സമീപിക്കുമ്പോൾ വീണ്ടും നൈൻ പട്ടണത്തിന് അടക്കാൻ പറ്റാത്ത ഒരു വിഷയത്തെ, നൈൻ പട്ടണത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയത്തെ ആ പട്ടണം മണ്ണിട്ട് മൂടാനായിട്ട് കൊണ്ടുപോവുക. ആരുടെ വിഷയം ഇത്? ഇതൊരു തലമുറയുടെ വിഷയമാണ്. ഇന്ന് രാത്രി ഞാൻ ഒരു ദൂത് പറയട്ടെ, തലമുറയുടെ വിഷയം മണ്ണിട്ട് മൂടേണ്ടി വരത്തില്ല. അച്ഛാ, തലമുറയുടെ വിഷയത്തിൽ പ്രതീക്ഷ അവസാനിപ്പിക്കേണ്ട. നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിൽ അവസാന നിമിഷമാണെന്ന് നിങ്ങൾക്കൊരു തോന്നല്, കാലം കഴിഞ്ഞെന്ന് നിങ്ങൾക്കൊരു ചിന്ത. പക്ഷെ ദൈവം പറയുന്നു, തലമുറയുടെ വിഷയത്തെ അവിടുന്ന് ഏറ്റെടുക്കും. വിശ്വസിക്കുന്നവര് സ്വോത്രം ചെയ്തോ. വലിയ ദൈവസ്ഥാനത്തെ ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഓർപ്പിക്കട്ടെ, തലമുറയുടെ വിഷയത്തെ കർത്താവ് ഏറ്റെടുക്കുന്ന രാത്രിയായത്. നൈൻ പട്ടണം മണ്ണിട്ട് മൂടാൻ കൊണ്ടുപോകുന്ന തലമുറയുടെ വിഷയത്തെ എന്റെ യേശു ഏറ്റെടുത്തപ്പോൾ നിരാശ മാറത്തക്ക നിലയിൽ ഒരു ജീവനോടെ വ്യാപരിച്ചു. അനി നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ ചൊല്ലി നിരാശപ്പെട്ട കാലം കഴിഞ്ഞു. ഈ രാത്രി ദൈവത്തിന്റെ ഒരു അത്ഭുതം നടക്കാൻ പോവാ. വിവാഹപ്രായം കഴിഞ്ഞിട്ടും അത് നടക്കാത്ത കുഞ്ഞ്, പിന്മാറ്റത്തിലായിരിക്കുന്നത്, ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടിരിക്കുന്ന കുഞ്ഞ്, അവന്റെ കൂട്ടുകാരും നാട്ടുകാരും എല്ലാം ഒരു ചുവടായിട്ടും ഭാവി എങ്ങും എത്താത്തത് നിമിത്തം ഭാരപ്പെടുന്ന അനുഭവം ഈ രാത്രി മണ്ണിട്ട് മൂടത്തില്ല. ധനാധര വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ ദൈവത്തെ സ്തുതിച്ചു. പരിശുദ്ധാത്മാവനോട് ശക്തമായി പറയുന്നു, പ്രവാചകന്റെ ഏറ്റവും വലിയ നന്മ അവന്റെ തലമുറയാണ്. അതിനെ അടിമയാക്കാൻ കടക്കാര് അവരുടെ പദ്ധതികളെല്ലാം ഒരുക്കി വെച്ചിരിക്കുമ്പോ ഈ ഉപവാസ പ്രാർത്ഥനയുടെ അകത്ത് ഒന്നിലധികം തലമുറയുടെ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കും. തലമുറയുടെ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കും. ഞാൻ അവിടെ നിർത്തുക. പ്രവാചകന്റെ തലമുറ അടിമയാക്കാൻ കടക്കാൻ. പക്ഷെ ദൈവാത്മാവിന് ഒറ്റ കാര്യം പറയാനുള്ളൂ, അഭിഷേകം ചലിച്ചു, നിന്റെ അവസ്ഥ മാറും. LC അലക്സ് ആ ആന്റിയോട് ദൈവാത്മാവ് ഇടപെടുക. അഭിഷേകം ചലിക്കട്ട്, അവസ്ഥ മാറുന്ന ദിവസങ്ങളായി. പ്രവാചകന്റെ ഏറ്റവും വലിയ നന്മ അവന്റെ തലമുറയാണ്. കടക്കാർ അടിമയാക്കാൻ നിൽക്കുന്നു, പക്ഷെ അടിമത്തത്തിൽ പോകാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രവാസത്തിൽ നിന്ന് ചിലത് തെറ്റി ഒഴിയും. ചൂടാന, ഹത്തന, റഗൽക്കമന, ദുരാതരക്ഷസ് പ്രത്യേകമായ ദൈവപ്രവൃത്തി ചില വിഷയങ്ങളിൽ സംഭവിക്കുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയും. ജീസസ്. വിശ്വസിക്കുന്നവരോട് കരുണ കാണിക്കുന്നത്, നിരാശപ്പെട്ടിരിക്കുന്നവരോട് കരുണ കാണിക്കുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തെ കാര്യം 24 മുതലുള്ള വാക്യാണ്. ഹിസ് റെസ്പോൺസ് ടു ഡൗട്ട്. സംശയിക്കുന്നവരോടുള്ള ബന്ധം, ദൈവത്തിന്റെ സമീപനം, കരുണ. ഇവിടെ സംശയിച്ചത് സ്നാപക യോഹന്നാൻ, ചെറിയ ആളൊന്നുമല്ല, യേശുവിനെ സ്നാനപ്പെടുത്തിയ. സംശയിക്കാൻ കാരണം ഇന്നലെ വിശ്വസിച്ചോനാ ഇപ്പൊ സംശയിക്കുന്നു. എന്നാ അതാ കാരണം. വിശ്വസിക്കാൻ കാരണം അദ്ദേഹം കണ്ടതാ. എന്താ? സ്നാനപ്പെടുത്തിയപ്പം പ്രാവ് ഇറങ്ങുന്ന പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശ്വസിച്ചു. അവസരം കൊടുത്ത് പുള്ളി ഇങ്ങനെ മരുഭൂമിയിലേക്കൊക്കെ വാങ്ങിപ്പോ. പക്ഷെ വേണ്ടതേ ഇപ്പം താൻ കാരാഗ്രഹത്തിൽ കിടക്കും. സംശയിക്കാനുള്ള കാരണം ഞാൻ പറയാം. കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴാ യോഹന്നാൻ വായിച്ചു,
യോഹന്നാന് വചനം അറിയാവുന്ന ആളാണ്, വായിച്ചിട്ടുണ്ട്, പുരോഹിതന്റെ മോനായതുകൊണ്ട് തന്നെ അറിയാം. മശിക വരുമ്പോ ബദ്ധന്മാർക്ക് വിടുതലുണ്ടാകും. താനിങ്ങനെ കുറെ ദിവസമായി കാരാഗൃഹത്തിൽ കിടക്കാൻ തുടങ്ങി, ഇതുവരെ ആയിട്ട് എന്നെ തേടി വന്നില്ല. അന്നേരം യോഹന്നാൻ ഒരു ചെറിയ ചിന്ത, ഇങ്ങേര് തന്നെയാണോ മശിക അതോ വേറെ ആരെങ്കിലും ആണോ? അപ്പോ ആളിനെ വിട്ട് ചോദിച്ചു, വരാനുള്ളവൻ നീയാണോ അതോ വേറെ ആരെയും ഞങ്ങൾ കാത്തിരിക്കണം? അപ്പൊ കർത്താവ് യോഹന്നാനോട് പറഞ്ഞു പോലും, ആളുകളെ കൊണ്ട് പറയിച്ചു പോലും, യോഹന്നാനെ, കുരുടര് കാണുന്നുണ്ട്, മുടന്തര് നടക്കുന്നുണ്ട്, കുഷ്ഠരോഗികള് സൗഖ്യമാകുന്നുണ്ട്. പിന്നൊരു കാര്യം, എന്റെ വചനത്തിൽ ഇടറാത്തവനാണ് ഭാഗ്യം. എന്നിട്ട് യോഹന്നാന്റെ ദൂതന്മാര് പോയ ശേഷം, ശിഷ്യന്മാര് പോയ ശേഷം കർത്താവ് പറയാണ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ച ഒരു യോഹന്നാനെക്കാട്ടി വലിയ ഒരാളില്ല. പക്ഷെ ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനെക്കാട്ടി വലിയവൻ. എന്നാ കാര്യം? ഈ ദൈവരാജ്യത്തിന്റെ ഒരു പ്രത്യേകത, വിശ്വസിക്കുന്നവരാ അതിനകത്ത് വലുതാകുന്നു. എന്താ? വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വലുതാകാൻ പറ്റത്തുള്ളൂ. അവിശ്വസിക്കുന്നവരെല്ലാം ദൈവരാജ്യത്തിൽ ആരാകും? ചെറുതാണ്. ഇന്ന് രാത്രി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സഭയുടെ ചാർജിൽ ഇരിക്കുന്ന ദൈവദാസനോട് ഞാൻ പറയാം, വിശ്വസിച്ചോണം, വലുതാവും. വിശ്വസിക്കുന്നവരൊക്കെ വലുതാക്കുന്നതായി ദൈവരാജ്യം. എന്താ വെച്ചാ ഞാൻ പറഞ്ഞ മനസ്സിലായച്ചാ? തിയോളജി അറിയാവുന്നവരെ മാത്രം വലുതാക്കിയിരുന്നെങ്കിൽ UTCയിലും UBCയിലും ഒക്കെ പഠിച്ചവർക്ക് മാത്രമേ വലുതാകാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഈ ദൈവരാജ്യത്തിന്റെ ഒരു പ്രത്യേകത, ഭാഷ അറിയാവുന്നവരെ വലുതാകത്തുള്ളായിരുന്നെങ്കിൽ 16 ഭാഷ പഠിച്ചവരൊക്കെ ഇതിനകത്ത് വലുതാകത്തുള്ള. ദൈവരാജ്യത്തിന്റെ ഒരു പ്രത്യേകത, ഇത് വിശ്വസിക്കുന്നവർക്കുള്ളത്. ഇന്ന് രാത്രി ആരൊക്കെ വിശ്വസിക്കുള്ളൂ? ഞാന് എന്റെ അനുഭവം കൂടെ ഒക്കെയായി പറയുന്നത്. എന്റെ 11ാമത്തെ വയസ്സ് മുതൽ ഞാൻ യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങി. 27 വർഷമായി. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു 22-25 വർഷത്തോളം തമിഴ്നാട്ടിലാണ് കൂടുതൽ പ്രസംഗിച്ചത്. നാഗർകോവില്, കന്യാകുമാരി, തിരുനെൽവേലി, ആ ജില്ലകളിൽ എന്നെ അറിയാത്തൊരു കുറവാണ്. ചെന്നൈയിലും വന്ന് ഒത്തിരി പ്രസംഗിച്ചിട്ടുണ്ട്. മിക്കവാറും ഒക്കെ വരാറുണ്ടായിരുന്നു. നൈനാപുരത്തൊക്കെ ഉള്ള പാസ്റ്റർ, വിക്ടർ പാസ്റ്റർ ഒക്കെ ചർച്ചില് എല്ലാ വർഷവും ഗുഡ് ഫ്രൈഡേ, ഈസ്റ്റർ, എനിക്ക് വന്നൊരു 6-7 വർഷമായിട്ട് അടുപ്പിച്ച് ഞാൻ തന്നെയാ ഗുഡ് ഫ്രൈഡേ മുതൽ ഈസ്റ്റർ വരെയുള്ള മീറ്റിങ്ങിൽ വന്ന് പ്രസംഗിക്കും. അങ്ങനെ ഈ തമിഴ്നാട്ടിൽ മാത്രം പ്രസംഗിച്ചുകൊണ്ട് ഈ ലോകമെമ്പാടുള്ള മലയാളികൾ എന്നെ അങ്ങനെയൊന്നും അറിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോക്ക്ഡൌൺ വരുന്നത്. ലോക്ക്ഡൌൺ വരുന്നതിന് ഒരു 6 മാസം മുമ്പ് ഇവിടെ ഒരു വാസപ്രാർത്ഥന നടക്കും. വാസപ്രാർത്ഥന നടക്കുമ്പോൾ ഒരു ഉദ്ദേശിച്ച് വന്നേച്ച് ഞങ്ങളുടെ വീട്ടിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ തലയെ കൈവച്ച് പ്രവചിച്ച ഇതാ, ഒരു ദിവസം 6 രാജ്യത്ത് പ്രസംഗിക്കാൻ ദൈവം അവസരം. പിന്നെ പറഞ്ഞു, ഒരു TV ചാനലിൽ നിന്ന് വിളിച്ചു പ്രസംഗിക്കും. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ TV പോയിട്ട് മൊബൈലിനകത്തൂടെ പോലും പ്രസംഗിച്ചിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും ഇതുവെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലാതെ എനിക്ക് അങ്ങനെ എടുത്തായിട്ടൊന്നും അറിയത്തില്ല. ഇനി PMG-കാരൊക്കെ എടുത്തിടുവാരുന്നെന്ന് അറിയാം. അതല്ലാതെ ഞാനായിട്ടൊരു കാര്യം ചെയ്തു. ലോക്ക്ഡൌൺ വന്നപ്പോ കുറെ മീറ്റിങ്ങുകൾ ക്യാൻസൽ. ഈ ഉദ്ദേശിച്ച് പ്രവചിച്ചപ്പോ എന്റെ ഭാര്യ പോലും പറഞ്ഞു, എന്നെക്കാൾ ദൂത് വിശ്വസിക്കുന്ന ആളാ പുള്ളിക്കാരൻ. പുള്ളിക്കാരി പറഞ്ഞു, അച്ഛാ, പുള്ളി ചുമ്മാതെ പറഞ്ഞ കാര്യം, 6 രാജ്യത്ത് ഒരു ദിവസം പോകുന്നല്ല പറഞ്ഞ്, 6 രാജ്യത്ത് പ്രസംഗിക്കുക. ഒരു രാജ്യത്ത് പോണേല് കുറഞ്ഞ എത്ര മണിക്കൂർ വേണമെന്ന് നിങ്ങൾക്ക് അറിയാവുന്നു. 24 മണിക്കൂർ തന്നെ വേണം 6 രാജ്യത്ത് പോകാൻ. പുള്ളി ചുമ്മാതെ പറഞ്ഞു. പക്ഷെ ലോക്ക്ഡൌൺ അങ്ങോട്ടായി. മാർച്ച് 7-ാം തീയതി ഞാൻ പാറശാലയാ പ്രസംഗിച്ചത്. തിരിച്ച് തിരുവല്ലായി വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആ ആഴ്ചത്തെ മീറ്റിങ്ങുകളെല്ലാം ക്യാൻസലായി. കാര്യം കോവിഡ് റാന്നി വന്നു. അങ്ങനെ 14-ാം തീയതിത്തെ മീറ്റിംഗ് ക്യാൻസൽ ആയെങ്കിലും എറണാകുളത്തെ ഷെറി പാസ്റ്റർ പറഞ്ഞു നമുക്കിരുന്ന് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് ഞാൻ എറണാകുളത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചു. 21-ാം തീയതി ആയപ്പോഴത്തേന് ഫുൾ ലോക്ക്ഡൌൺ ആയി. അങ്ങനെ 20-ാം തീയതി പൗർഷനി തന്നെ വിളിക്കാൻ കാര്യം, അവിടെ നേരത്തെ പ്രസംഗിക്കാനായിട്ട് ആ വീട്ടിലെ സഭായോഗം ലീഡ് ചെയ്യാനായിട്ട് പ്രസംഗിക്കാനായിട്ട് വെച്ചിരുന്ന പാസ്റ്റർ കോവിഡ് ആയിട്ട് അദ്ദേഹം ക്വാറന്റൈനിലായിപ്പോയി. അന്നേരം കോവിഡ് ഇല്ല, അദ്ദേഹം ക്വാറന്റൈനിലായിപ്പോയി. പകരമായിട്ട് അവര് ഫ്ലെക്സും ഫ്ലെയറും എല്ലാം വിട്ടിരുന്നത് അനീഷ് എന്നുള്ള പേരില്ല. അങ്ങനെ പകരം പേര് അനീഷ് തപ്പിയപ്പോൾ ഇങ്ങനെ പ്രിൻസ് പാസ്റ്റർ ആണെന്ന് തോന്നുന്നു പറഞ്ഞു, ഇവിടെ ഓതറ ഒരു അനീഷ് പാസ്റ്റർ താമസമുണ്ട്,
പുള്ളിയെ വിളിച്ചാൽ ചിലപ്പം വരും. അങ്ങനെ പകരക്കാരൻ, എന്റെ പേര് അനീഷ് ആയതുകൊണ്ട് പകരക്കാരനായിട്ട് ഞാൻ അവിടെ ചെന്നു. കർത്താവിന്റെ കൃപയാല് കഴിഞ്ഞ ഒരു 1.5 വർഷത്തിനകത്ത് നിങ്ങൾക്കറിയാവല്ലോ ഏതെല്ലാം രാജ്യത്ത് ഈ കർത്താവിനെ പ്രസംഗിക്കാൻ ദൈവം അവസരത്തിൽ ഒരുക്കും. ഒരു ദിവസം തന്നെ 8 രാജ്യങ്ങളിലൊക്കെ കർത്താവിന്റെ വചനം പറയാൻ ദൈവം അവസരത്തെ ഒരുക്കിയിട്ടുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, സംശയിക്കുന്നവരൊക്കെ ചെറുതാകുന്നതാണ് ദൈവരാജ്യം, പക്ഷെ വിശ്വസിക്കുന്നവരെയൊക്കെ വലുതാക്കുന്നതാണ് ദൈവരാജ്യം. ഇന്ന് രാത്രി വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അതിര് മാറുവച്ചാ ഈ രാത്രി വിശ്വസിക്കുക. ലോക്ക്ഡൌൺ, ആ വഴികളെല്ലാം അടഞ്ഞു, എല്ലാം തീർന്നെന്നൊന്നും പറയരുത്. ദൈവത്തിന് പ്രവർത്തിക്കാൻ വിശ്വസിക്കുന്നവരൊക്കെ ഒന്ന് സ്വോത്രം ചെയ്ത്. ഇത് സഭയുടെ നിലമാറ്റുന്ന വാസപ്രാർത്ഥന. കാക്ക പറക്കുന്നത് പോലെ പറക്കാനല്ല, കഴുകം പറക്കുന്നത് പോലെ പറക്കാൻ. There is another level. അടുത്ത ഒരു തലത്തിലേക്ക് ദൈവം നിങ്ങളുടെ കുടുംബത്തെ എത്തിക്കുന്ന നിമിഷമായത്. ജീസസ്. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ദൈവാത്മാവിനെ സമ്മതിക്കുന്നില്ല. അത്രയ്ക്ക് ശക്തമായി ദൈവാത്മാവ് സംസാരിക്കുക. നിങ്ങളുടെ കാലം കഴിഞ്ഞിട്ടില്ല. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. കരിമരവും കരിവേലവും വെട്ടിയാലും കുറ്റി പട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധമടിക്കുമ്പോൾ ഒരു കിളിർപ്പുണ്ടാകുന്നത് പോലെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, ദൈവത്താൽ നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാപനത്തിനകത്ത്, നിങ്ങളുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന സ്ഥാപനത്തിനകത്ത് ശകന രഗരാ രഗരാ രഗരം ജഗനം ദിഗനം പ്രൗഢ പ്രൗഢ ശകന. Hallelujah. 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 Jesus. വിശ്വസിക്കുന്നവരോട് കരുണ കാണിക്കുന്നത്, നിരാശപ്പെട്ടിരിക്കുന്നവരോട് കരുണ കാണിക്കുന്നത്, സംശയിക്കുന്നവരോട് പോലും കരുണ കാണിക്കുന്നത്. സ്തോത്രം. പക്ഷെ സംശയത്തിന് അവസരം കൊടുക്കരുത്. സംശയിക്കുന്നവർ ചെറുതാകും, വിശ്വസിക്കുന്നവർ വലുതാകും. അതാ ദൈവരാജ്യം. സ്തോത്രം. ഈ ഇടനെഞ്ച് കീറിക്കൊണ്ട് നിലവിളിച്ച ഒരു ഭക്തിമായൊക്കെ ഉണ്ട്, വിശ്വസിച്ചവരുടെ കൂട്ടത്തിലുള്ളവരാ. ഈ രാത്രി സംശയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒത്തിരി പേരുണ്ടെന്ന്, യുക്തിവാദികളൊക്കെ ഇഷ്ടം പോലെ. പിന്നെ ഇനി നമ്മളോട് ആ കൂട്ടത്തിൽ കയറേണ്ട കാര്യമുണ്ട്. നമ്മുടെ പേര് തന്നെ വിശ്വാസികളെന്ന്. ഞാൻ എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്താം. അടുത്ത കരുണ, ഹിസ് റെസ്പോൺസ് ടു ലവ്. സ്നേഹിക്കുന്നവരോടുള്ളവരുടെ കരുണ അല്ലേ? 36 മുതലുള്ള വാക്യങ്ങളിൽ അതാ കാണുന്നത്, സ്നേഹിക്കുന്നവരോടുള്ള കരുണ. പരീശന്റെ വീട്ടിൽ യേശു ഭക്ഷണത്തിനിരിക്കും. ശീമോൻ നോക്കിയപ്പോ ഒരു സ്ത്രീ വന്നേച്ച് കണ്ണുനീര് കൊണ്ട് പാദം കഴിയും, തലമുടി കൊണ്ട് തോർത്തി പരിമളതൈലം അവന്റെ പാദത്തിൽ ഒഴിക്കും. ശീമോൻ ഒരു ചിന്ത, ഇവൻ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്. ഇവളിന്റെ കാൽക്കൽ വന്നിരിക്കുന്ന ഈ സ്ത്രീ ആരാന്ന് പോലും ഇവൻ അറിയത്തില്ല. അപ്പം ശീമോന്റെ മനോവിചാരത്തെ അറിഞ്ഞ് യേശു പറഞ്ഞു പോയി, ശീമോനെ, ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എനിക്ക് കാല് കഴുകാൻ വെള്ളം തന്നില്ല. ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എനിക്ക് തുവർത്ത് തന്നില്ല. ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എനിക്ക് പരിമളതൈലം പൂശാൻ തന്നില്ല. പക്ഷെ ഇവള് വന്നപ്പം മുതല് സ്നേഹം പ്രകടിപ്പിക്കുക. അതുകൊണ്ട് തന്നെ നിന്നോട് പറയാത്തതൊന്നും ഞാൻ ഇവളോട് പറയും. എന്താ? നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായി പോക. ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലായോ? ദൈവം കരുണ കാണിക്കാനുള്ള ഏക വഴി പ്രതികരണങ്ങളാണ്. ഇന്ന് രാത്രി നമുക്ക് വിശ്വസിക്കാം, നമുക്ക് സ്നേഹിക്കാം, നമുക്ക് സംശയത്തെ ദൂരീകരിക്കാം, നമുക്ക് അവിശ്വാസത്തിന് ഇടം കൊടുക്കാതിരിക്കാം, നമുക്ക് വിശ്വസിക്കാം. എത്ര പേര് തയ്യാറാണ്? ജൂഡാരവരവ 1.5 മണിക്കൂർ 2 മണിക്കൂർ സൂമിൽ ഇരുന്നതല്ല ദൈവത്തിന്റെ കരുണയുടെ പ്ലാറ്റ്ഫോം.
ദൈവം നോക്കുന്നത് പ്രതികരണം. ഇന്ന് രാത്രി നമുക്കൊന്ന് പ്രതികരിക്കാം. ദാവീദ് പുത്ര എന്ന് നമുക്കൊന്ന് വിളിക്കാം. ഷവരാരകൾക്ക് യേശുവെ ഉറക്കെ ഒന്ന് വിളിക്കാം. എല്ലാ കണ്ണുകളും അടച്ചോ, എല്ലാ ഹൃദയവും ദൈവസ്ഥ ഏകാഗ്രമാക്കി. നിലവിളികളെ അറിയുന്ന സ്വർഗത്തിന്റെ പാതവിടത്തിലേക്ക് നമുക്ക് എത്തിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. കരുണ കാണിക്കുന്നു, മനസ്സിനെ ദയ കാണിക്കുന്നു. അവിടുത്തെ ദയ വെളിപ്പെടുന്ന രാത്രിയാണ്. പിതാവേ, ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ മുമ്പിൽ സമർപ്പണത്തോടെ ഇരിക്കുന്ന സകല ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ കരുണ അതിന്റെ പരിപൂർണമായ തലത്തിൽ അവരിലും കുടുംബങ്ങളിലും വെളിപ്പെടുന്ന ദൈവദാസനെ നേർത്തുക ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ദൈവമക്കളെ, കുടുംബങ്ങളെ അനുഗ്രഹിക്കും. പ്രത്യേകിച്ച് പ്രിയ പാസ്റ്ററേയും കുടുംബത്തെ ഓർക്കുന്നു, സഹായിക്കുന്നു. ദൈവദാസന്മാരെ എല്ലാം ഓർക്കുന്നു, സഹായിക്കുന്നു. നൽകിയ കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ദൈവത്തിന്റെ കരുണ അതിന്റെ മുഴുവൻ ആളത്വത്വം വെളിപ്പെടുന്ന ദിവസങ്ങളാക്കി വിവാസ പ്രാർത്ഥന മാറ്റി. കർത്താവ് അത് ചെയ്യുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആണ്. ഈ വചനങ്ങളാൽ ദൈവം സഹായിക്കട്ടെ. എനിക്ക് ഒത്തിരി ഹൃദയെടുപ്പുള്ള പലരും ഈ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. എല്ലാവരെയും ഓർക്കുന്നു. ദോഹനുള്ള ബിനിൽ ബ്രദർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവരെയും ധാരാളമായി സർവശക്തൻ സഹായിക്കട്ടെ.